ഹായ് ഓൾ, മൂവിങ് ആവറേജ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ബിഗിനർ ഫേസിൽ ഒരു തുടക്കക്കാരന് ഏറ്റവും സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ട്രേഡിംഗ് മെത്തേഡാണ് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. അത് മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റർ നിങ്ങളുടെ ചാർട്ടിലോട്ട് ആഡ് ചെയ്തുകൊണ്ട് ആ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതുപയോഗിച്ച് വളരെ മികച്ച ട്രേഡുകൾ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ സുനിൽ മത്തായി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. മൂവിങ് ആവറേജ് എന്താണ്? മൂവിങ് ആവറേജ് ഒരു സ്റ്റോക്കിൻ്റെ ആവറേജ് പ്രൈസിനെ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. മൂവിങ് ആവറേജിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, അതായത് E(x) എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷനിലോട്ട് നമ്മൾ ഈ ആവറേജ് പ്രൈസ് കൊടുത്തതിന് ശേഷം കിട്ടുന്ന വാല്യൂവിനെ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മൂവിങ് ആവറേജിനേക്കാൾ കുറച്ചുകൂടി ഷാർപ്പനായിട്ടുള്ള ഒരു ലൈൻ നമുക്ക് കിട്ടും. അതാണ് EMA അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. സോ പുതിയ ട്രേഡേഴ്സ് എപ്പോഴും EMA ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ മൊത്തം EMA അല്ലെങ്കിൽ മൂവിങ് ആവറേജിനെ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ ഇനിയും പറയുന്ന എല്ലാം EMA കുറിച്ചിട്ടാണ്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ കുറിച്ചിട്ടാണ്. ഈ പറയുന്ന മൂവിങ് ആവറേജിൽ ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടൈം 200-day മൂവിങ് ആവറേജ് ആണ്. അതുപോലെ തന്നെ ഒരു സിങ്ക് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു 50-day മൂവിങ് ആവറേജ് എപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഇൻട്രാഡേയോ വളരെ ഷോർട്ട് ടൈം ട്രേഡേഴ്സിനോ ഒരു 21-day മൂവിങ് ആവറേജും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ എന്നാലും സ്ക്രീൻ റെക്കോർഡ് കൂടി ചാർട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഓരോ മൂവിങ് ആവറേജുകൾ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ട്രേഡിംഗ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാം എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമുക്ക് നേരെ ട്രേഡിംഗ് വ്യൂവിൽ നേരെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന പ്ലേസിൽ പോയിട്ട് മൂവിങ് ആവറേജ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോർമൽ മൂവിങ് ആവറേജ് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. MA എന്നാണ് അതിൻ്റെ പറയുന്നത്. 9 ആണ് നമുക്ക് ഡീഫോൾട്ട്. 9 ഡേ 9 ദിവസത്തെ ആവറേജ് പ്രൈസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. വെറും മൂവിങ് ആവറേജിന് പകരം നമുക്ക് എപ്പോഴും EMA കൊടുക്കാം, അല്ലേ? മൂവിങ് ആവറേജ് EMA, അല്ലേ? എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് EMA കൊടുക്കാം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്, ഇവിടെ നമുക്ക് എന്ത് കാണുന്നുണ്ട്, മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്ന ടൈം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ ആ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. സ്റ്റൈലിൽ പോയിട്ട് ഈ ബ്ലൂ മാറ്റി നമുക്കൊരു ഗ്രീൻ ലൈൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഗ്രീൻ ലൈൻ ബ്ലൂ ലൈനേക്കാൾ ഫാസ്റ്ററായിട്ട് ചേഞ്ച് ആകുന്നുണ്ട്, പെട്ടെന്ന് ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്തുകൊണ്ടാണത്? അത് എക്സ്പോണൻഷ്യൽ മാത്തമാറ്റിക്കൽ എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നോർമൽ മൂവിങ് ആവറേജിനേക്കാൾ പെട്ടെന്ന് ചേഞ്ച് വരുന്ന പ്രൈസുകൾ കുറച്ചുകൂടി ഷാർപ്പനായിട്ട് ചേഞ്ചസ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. സോ നമുക്ക് EMA കൊടുക്കേണ്ട ആവശ്യം, നമുക്ക് EMA ആണ് മെയിൻലി ഞാൻ എല്ലാ സാധനത്തും ഉപയോഗിക്കാറ്. നമുക്ക് നോർമൽ മൂവിങ് ആവറേജ് ഉപയോഗിക്കേണ്ട. അപ്പോൾ നമുക്ക് നോർമൽ മൂവിങ് ആവറേജിനെ ക്ലോസ് ചെയ്തിട്ട് EMA വെച്ചിട്ട് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇവിടെ EMA 9 ഡേ ആണ്. നമ്മൾ ഓൾറെഡി സംസാരിച്ചു. നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത് 200-day മൂവിങ് ആവറേജ് ആണെന്ന്, അല്ലേ? അപ്പോൾ നമുക്ക് 200 ഡേയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഞാനിവിടെ സംസാരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഭാഗത്ത് എന്താണ്, ഈ ഒരു ഭാഗത്ത് 200-day മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വലിയൊരു റാലി നടത്തിയിട്ടുണ്ടല്ലേ, ഒരു വലിയ റാലി. പിന്നെ എപ്പോഴാണോ ആ ഒരു 200-day മൂവിങ് ആവറേജിനെ കട്ട് ചെയ്ത് താഴെ വന്നിരിക്കുന്നത്, അതിനുശേഷം ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് നടത്തി. പിന്നെയും ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി താഴത്തോട്ട് വന്നു. എനിവേസ് ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, മൂവിങ് ആവറേജ് കട്ട് ചെയ്ത് മുകളിലോട്ട് വളരെ പെർഫെക്റ്റ്ലി പോയി ഒരു വലിയ റാലി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുക, ഒരു 200-day മൂവിങ് ആവറേജിന് മുകളിൽ ഒരു ചാർട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡിലാണ് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്റ്റോക്കിലോട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണ്. ഒരു സ്റ്റോക്ക് നമുക്ക് ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്
നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കും. ഏഷ്യൻ പെയിൻറ്റ്സിൽ മൂവിങ് ആവറേജിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് വലിയ റാലി നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു സൈഡ് വേസിന് ശേഷം ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് ഒരു വലിയ റാലി. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു 200 മൂവിങ് ആവറേജിനും കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ ഒരു സ്വിംഗ് ട്രേഡ് എൻട്രി ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൂവിങ് ആവറേജാണ് 50 മൂവിങ് ആവറേജ്. ഒരു സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്നൊരു വ്യക്തിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന 50 മൂവിങ് ആവറേജ് ഉപയോഗിക്കാൻ സാധിക്കും. ഫൈൻ. അപ്പോൾ നമുക്ക് അധികം ഒത്തിരി റോങ് സിഗ്നൽസ് വരും. 200 മൂവിങ് ആവറേജിനേക്കാൾ കൂടുതൽ റോങ് സിഗ്നൽസ് എവിടെ വരും? 50 ഡേയിൽ കിട്ടും. അപ്പോൾ നമുക്കൊരു ഡെയിലി ക്യാൻഡിൽ മാറ്റി ഒരു 1 അവർ ക്യാൻഡിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. എപ്പോഴും ഒരു ട്രെൻഡ് ബേസ് ചെയ്തുകൊണ്ട് ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് എപ്പോഴും മൂവിങ് ആവറേജ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഈ ഒരു ബ്രേക്ക് ഔട്ട് ഡൗൺ സൈഡ്, വീണ്ടും ഡൗൺ സൈഡ്, ഒരു പ്രോപ്പർ ട്രെൻഡിലാണ് ആ ഒരു സ്റ്റോക്ക് താഴത്തോട്ട് പോകുന്നത്. ആ ഒരു സമയത്ത് എല്ലാ മൂവിങ് ആവറേജും വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മറിച്ച് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് നോക്കൂ, എന്താണ് ഫാൾ സിഗ്നൽസ് നമുക്ക് ഒത്തിരി കിട്ടുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ മേജർ ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് മൂവിങ് ആവറേജ് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആണെങ്കിൽ, ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് 21 ഡേ മൂവിങ് ആവറേജ് അല്ലേ. 21 ഡേ മൂവിങ് ആവറേജ് നമ്മൾ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സോ അല്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു പ്രോപ്പർ ട്രേഡ്സ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു പ്രോപ്പർ സപ്പോർട്ട് എടുക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ മികച്ചൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ഇവിടെയും ഒരു സൈഡ് വൈസ് മാർക്കറ്റിലാണ് അത് വർക്ക് ചെയ്യാതിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അടുത്തൊരു ബ്രേക്ക് ഔട്ട് ഉണ്ട്, നല്ലൊരു റാലി ഉണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് മൂവിങ് ആവറേജിനെ താഴ്ത്തുനിന്ന് മുകളിലോട്ട് കട്ട് ചെയ്യുന്നു ക്യാൻഡിൽ, ആ സമയത്ത് എൻട്രി എടുക്കുകയും തിരിച്ച് എപ്പോഴാണോ മുകളിൽ നിന്ന് താഴ്ത്തോട്ട് കട്ട് ചെയ്യുന്നത് ആ സമയത്ത് സെല്ല് ചെയ്യുകയും ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച പ്രോഫിറ്റ്സ് ആണ് കൃത്യമായിട്ട് പൊസിഷൻ സൈസും റിസ്ക് റിവാർഡും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ 3 മൂവിങ് ആവറേജ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും വളരെ സക്സസ് റേറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതും. ഈ ഒരു 3 മൂവിങ് ആവറേജ് പോലെ തന്നെ നമുക്ക് ട്രേഡിങ്ങിൽ ഈ പറയുന്ന 2 മൂവിങ് ആവറേജുകൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ 200 ഡേ മൂവിങ് ആവറേജും ഒരു 50 ഡേ മൂവിങ് ആവറേജും ഒരു ചാർട്ടിൽ തന്നെ ഇടുകയാണെങ്കിൽ ഈ പറയുന്ന വലിയ മൂവിങ് ആവറേജിനെ ചെറിയ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ ചെയ്യും. താഴെ നിന്ന് മുകളിലോട്ട് ക്രോസ് ഓവർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രേഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് ചെറിയ മൂവിങ് ആവറേജ് മുകളിൽ നിന്ന് താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഒരു സെല്ലിംഗ് സിഗ്നലായിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചാർട്ടിൽ ഇത് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. ഇത് മാത്രം വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് മാർക്കറ്റിൽ ഈ പറയുന്ന മൂവിങ് ആവറേജ് ക്രോസ് ഓവേഴ്സ് വർക്ക് ചെയ്യില്ല. അപ്പോൾ മൂവിങ് ആവറേജ് ക്രോസ് ഓവേഴ്സ് ഒരു ബുള്ളിഷ് ട്രേഡിലോ ഒരു ബുള്ളിഷ് മാർക്കറ്റിലോ ഒരു ബീറിഷ് മാർക്കറ്റിലോ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വളരെ മികച്ച റിസൾട്ട്സ് ആയിരിക്കും ഒരു ബിഗിനർ ട്രേഡർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ കൂടെ വളരെ കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസിങ് കൂടി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചാൽ വലിയ പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് മൂവിങ് ആവറേജ് ഉപയോഗിച്ച് മാത്രം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മൂവിങ് ആവറേജ് ക്രോസ് ഓവറിൻ്റെ സ്ക്രീൻ റെക്കോർഡിലോട്ട് നമുക്ക് പോകാം. നമ്മളിപ്പോൾ ഒരു സിംഗിൾ മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുന്നത് 2 മൂവിങ് ആവറേജിൻ്റെ കോമ്പിനേഷൻസിനെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു മൂവിങ് ആവറേജ് ആഡഡ് ആണ്, 21 ഡേ മൂവിങ് ആവറേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 50 ഡേ മൂവിങ് ആവറേജ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് രണ്ടിനും 2 കളർ കൊടുക്കാം അല്ലേ. രണ്ടിനും 2 കളർ കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത് ഞാൻ ആഡ് ചെയ്തതിൻ്റെ സെറ്റിങ്സ് എടുക്കുന്നു, ലെങ്ത്ത് 50 ആക്കുന്നു. 21 ആണ് ഓൾറെഡി ഉള്ളത്. എന്നിട്ട് സ്റ്റൈല് റെഡ് ആക്കുകയാണ്. പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ചെറിയ മൂവിങ് ആവറേജ് 21 ഡേ മൂവിങ് ആവറേജ് ഗ്രീനാണ്. സ്ലോ മൂവിങ് ആവറേജ്, അതായത് ഹൈ ടൈം ഫ്രെയിമിലുള്ള മൂവിങ് ആവറേജ് റെഡാണ്. എപ്പോഴൊക്കെയാണോ ഗ്രീൻ ലൈൻ താഴെ നിന്ന് റെഡ് ലൈനെ ബ്രേക്ക് ചെയ്യുന്നു ആ സമയത്ത് നമുക്കൊരു പ്രോപ്പർ എൻട്രി ഉണ്ട്. നേരെ തിരിച്ച് ഗ്രീൻ ലൈൻ തിരിച്ച് താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ താഴത്തോട്ടുള്ള എൻട്രിയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ 15-21 പറയുന്നത് കേട്ടോ. 15-21 ഒരു ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂ ആണ്. മിക്കവാറും ഒരുവിധം നല്ല സിഗ്നൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ഒരു നല്ല സിഗ്നൽസ് നമുക്ക്
കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ പ്രോബ്ലം ഇല്ലാതെ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. ഇനി ഒരു സിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു 200-day മൂവിങ് ആവറേജ് കൂടി ആഡ് ചെയ്യാം. നമുക്ക് അതുകൂടി ആഡ് ചെയ്ത് നോക്കാം. ഒരു മൂവിങ് ആവറേജ് കൂടി ആഡ് ചെയ്ത്, മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യലാണല്ലോ, നമുക്ക് അതിൻ്റെ കളർ വേറൊരു കളർ കൂടി കൊടുക്കുകയാണ്. നമ്മൾ 200-day ആക്കാൻ പോവുകയാണ്. ഇൻപുട്ട് എത്രയാണ്? 200-day. 200-day കളറ് നമുക്കൊരു റെഡും ഗ്രീനും നമ്മൾ ഓൾറെഡി കൊടുത്തു. അപ്പോൾ നമുക്കൊരു ഉണയിക്കാം, നീല, റെഡ്. ഓക്കെ, ഫൈൻ. നീല ഈസ് ഫൈൻ. നീലയാണ് 200-day. അപ്പോൾ നോക്കൂ, നമ്മുടെ 200-day ആണ് ഏറ്റവും സ്ലോ മൂവിങ് ആവറേജ്. 200-day റെഡ് കട്ട് ചെയ്തു, ഗ്രീനും കട്ട് ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്വിംഗ് ട്രേഡ് ഇവിടെ ട്രൈ ഔട്ട് ചെയ്യാം. ഫൈൻ. ഇനിയിപ്പോൾ ഇത് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു 50 minutes ക്യാൻഡിലാണ്. നമുക്കിതെന്ത് ചെയ്യാം, നേരെ ഒരു 1 hour ക്യാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ട്രേഡ്സ് കിട്ടും. കുറച്ച് കൺഫേം ഒക്കെ ആയതിനു ശേഷം ഇത് നോക്കൂ, ഇവിടെ ഒരു സെല്ലിംഗ് ട്രേഡ് കിട്ടിയതിന് ശേഷം വളരെ മികച്ചൊരു പ്രോഫിറ്റ്സ് ആണ് ആ ഒരു മാർക്കറ്റ് കിട്ടുന്നത്. പിന്നെ ഇവിടെയാണ് ആ ട്രേഡ് തീർന്നിട്ടുള്ളൂ, റൈറ്റ്. ഇനി എന്താണ്, ബ്ലൂ ലൈന് റെഡും കട്ട് ചെയ്തിട്ടുണ്ട്, ഗ്രീനും കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഒരു പക്ഷേ ഇവിടെ നിന്നൊരു വലിയ അപ്രാലി ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു പെർഫെക്റ്റ് വ്യൂവിൽ കണ്ടാൽ നിങ്ങൾക്ക് 3 മൂവിങ് ആവറേജസും ഒരുപോലെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്യാം. ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾ താഴത്ത് കമൻ്റായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു സ്ട്രാറ്റജീനെ നമുക്ക് മൂവിങ് ആവറേജ് ക്രോസ് ഓവർ എന്ന് വേണമെങ്കിൽ പറയാവുന്നതുമാണ്. മൂവിങ് ആവറേജ് വളരെ വ്യക്തമായിട്ട് എങ്ങനെ ഉപയോഗിച്ച് വളരെ നല്ല ട്രേഡ്സ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന മൂവിങ് ആവറേജ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു സ്ക്രിപ്റ്റിൽ തന്നെ ഇത് ഉപയോഗിക്കാതെ ഈ മൂവിങ് ആവറേജ് നിങ്ങൾ ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റുകളിൽ ഉപയോഗിച്ച് ഒന്നിച്ച് നിങ്ങളുടെ റിസ്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മൂവിങ് ആവറേജ് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിൽ ഇതിനു മുൻപ് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. 10 സിഗ്നൽ തന്നിട്ട് എത്ര പ്രാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്, എത്ര പ്രാവശ്യം ലോസ് തന്നിട്ടുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സ്ക്രിപ്റ്റിൽ 10-ൽ 7 പ്രാവശ്യം സക്സസ് റേറ്റ് മൂവിങ് ആവറേജ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് മൂവിങ് ആവറേജ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ മൂവിങ് ആവറേജ് വർക്ക് ചെയ്യുന്ന 10-ൽ 7 എണ്ണമെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളിൽ മാത്രം കണ്ടുപിടിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകൾ താഴത്തെ കമൻ്റായിട്ട് ചോദിക്കുക. അടുത്തൊരു മികച്ച ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.